وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദി വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഫീ കുല്ലി ബൈത്തിൻ റാഖ്, എല്ലാ വീട്ടിലും ഒരു മന്ത്രിക്കുന്നവൻ എന്ന വാഹത്തുൽ ഇൽമിലെ സവിശേഷമായ ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കേവർക്കും ഏറെ ഉപകാരപ്രദമായ, നാം എപ്പോഴും അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിനുള്ള പരിഹാരമാണ് പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കടുത്ത വേദനകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. തലവേദന, ഊരവേദന, കാലുവേദന, വയറുവേദന, അങ്ങനെ തുടങ്ങി പല നിലക്കുമുള്ള ശക്തമായ വേദനകൾ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. ശരീരം മുഴുക്കെ വേദനയുണ്ടാകുന്ന അവസ്ഥയും ഉണ്ട്. ചില ആളുകൾക്ക് നിരന്തരമായി ചില വേദനകൾ അവരുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. മാത്രമല്ല, ആ വേദന വരുമ്പോൾ അവർ മരിച്ചു പോവുകയാണോ എന്ന് അവർക്ക് തോന്നുക പോലും ചെയ്യും. അത്രയും കടുത്ത വേദനകൾ. പല മരുന്നുകളും ഉപയോഗിക്കുന്നു, പലതും ചെയ്തു നോക്കുന്നു, പലതിനും പരിഹാരം കാണാൻ സാധിക്കാറുമില്ല. ഇങ്ങനെ നമ്മെ തന്നെ നശിപ്പിച്ചു കളയുന്ന, അല്ലെങ്കിൽ സ്ഥിരമായി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേദനകൾ, ആ വേദനകൾക്കുള്ള പരിഹാരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മന്ത്രം, ഒരു ദിക്ർ നാം ചൊല്ലുക, അല്ലെങ്കിൽ പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം ആ വേദനക്ക് നമുക്ക് ശമനമുണ്ടാകുന്നതാണ്. എന്താണ് നാം ആ വിഷയത്തിൽ ചെയ്യേണ്ടത്, ഇനി ആ വിഷയത്തിലുള്ള തെളിവും എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസ്. അൻ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി, ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി റളിയല്ലാഹു അൻഹു അന്നഹു ശകാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജഅൻ യജിദുഹു ഫീ ജസദിഹി മുൻദു അസ്ലം. ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു തആല അൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു വേദന. മുൻദു അസ്ലമ, മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ വേദന. മുസ്ലിമായ അന്നു മുതൽ തുടങ്ങിയതാണ് ആ ഒരു വേദന. അത് വിട്ടുമാറുന്നില്ല. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയത്തിലുള്ള ആവലാതി ബോധിപ്പിച്ചു. നബി, എങ്ങനെ ഒരു വേദന എനിക്കുണ്ട് എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? ഫഖാല ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഏതെങ്കിലും പ്രത്യേക മരുന്നുകൾ ഉപയോഗിക്കാനോ ഒന്നുമല്ല. അതിൻ്റെ അർത്ഥം മരുന്നുകളൊന്നും ഉപയോഗിക്കേണ്ട എന്നല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഒരു കടുത്ത വേദനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്താണ് എന്ന് പ്രിയ സഹോദരങ്ങളെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ളഅ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, നിന്റെ ശരീരത്തിൽ എവിടെയാണോ നിനക്ക് വേദനിക്കുന്നത് അവിടെ നീ നിന്റെ കൈ വെക്കുക. ളഅ യദക അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, നിന്റെ ശരീരത്തിൽ വേദനയുള്ള ഭാഗത്ത് കൈ വെക്കുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം, ആ വേദനയുള്ള ഭാഗത്ത് എന്ത് വേണം? കൈ വെക്കണം. വഖുൽ, എന്നിട്ട് പറയണം ബിസ്മില്ലാഹി സലാസൻ, 3 തവണ ബിസ്മില്ലാഹ് 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 എന്ന് പറയണം. വഖുൽ, എന്നിട്ട് എന്ത് പറയണം? സബ്അ മറാത്തിൻ, 7 തവണ ഇങ്ങനെ പറയണം. എന്താണ് പറയേണ്ടത്? അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ ശരണം തേടുന്നു. അഊദു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ അഭയം തേടുന്നു. വ ഖുദ്റതിഹി, അവൻ്റെ കഴിവുകളിലും. മിൻ ശർരി, ഉപദ്രവത്തിൽ നിന്ന്. ഏതിൻ്റെ ഉപദ്രവം? മാ അജിദു, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയുടെ ഷർറിൽ നിന്നും. വ ഉഹാദിറു, ഞാൻ ഭയപ്പെടുന്നതിൽ നിന്നും. എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദന കാരണം ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു വേദനകളും പ്രയാസങ്ങളും. അപ്പോൾ രണ്ടിൽ നിന്നും, ഒന്ന് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഒരു വേദനയിൽ നിന്നും, പിന്നീട് ഭാവിയിൽ ഇത് കാരണം ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റു പ്രയാസങ്ങളിൽ നിന്നും
ഞാൻ അള്ളാഹുവിലും അവൻ്റെ ഖുദ്റത്തിലും അഭയം തേടുന്നു. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്. രോഗമുണ്ടാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനുള്ള മരുന്ന് നിശ്ചയിക്കുന്നതും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ. അതുകൊണ്ട് തന്നെ കാരണങ്ങളും ആ കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന മറ്റു കാര്യങ്ങളും എന്തെല്ലാം ഉണ്ടോ അതൊക്കെ സൃഷ്ടിക്കുന്നത് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അങ്ങനെയുള്ള അള്ളാഹുവിൽ അഭയം പ്രാപിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളില്ല, ശമനം ലഭിക്കാത്ത രോഗങ്ങളുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയാണെന്ത്? ശരീരത്തിൽ എവിടെയാണോ വേദനയുള്ളത് അവിടെ കൈവെക്കുക, എന്നിട്ട് ബിസ്മില്ല എന്ന് 3 തവണ പറയുക. ശേഷം 7 തവണ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് ചൊല്ലുകയും ചെയ്യുക. ഇനി ഇതാണ്, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുകയാണ്, ഫഫഅൽതു ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു. ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല മാ കാന ബി. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല, ശ്രദ്ധിക്കുക, അദ്ദേഹം പ്രയോഗിച്ച പ്രയോഗം നോക്കൂ നിങ്ങൾ, അല്ലാഹു മാറ്റി തന്നു എന്നാണ്. നമ്മൾ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ഇതേപോലെയുള്ള ഏത് മരുന്നുകൾ കഴിക്കുമ്പോഴും അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുമെന്നാണ്. നമുക്ക് മരുന്ന് തന്ന ഡോക്ടർ മാറ്റുമെന്നോ നാം കുടിച്ച മരുന്ന് മാറ്റുമെന്നോ ഒന്നുമല്ല വിശ്വസിക്കേണ്ടത്, മറിച്ച് ആത്യന്തികമായി അള്ളാഹുവാണ് ശിഫ നൽകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇദ്ദേഹം ഈ റുഖിയ ചെയ്തതിന് ശേഷം അദ്ദേഹം പറയുന്നത് എന്താണ്? ഫഅദ്ഹബല്ലാഹു അസ്സ വജല്ല മാ കാന ബി. എൻ്റെ ആ വേദന അള്ളാഹു എനിക്ക് മാറ്റിത്തന്നു. ഫലം അസൽ ആമുറു ബിഹി അഹ്ലി വഗൈറഹും. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിന് ശേഷം ഞാൻ എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഈ കാര്യം പറഞ്ഞു കൊടുക്കാറുണ്ട്, കൽപ്പിക്കാറുണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ നാം ഒക്കെ അങ്ങനെ ചെയ്യണം. നോക്കൂ, ആ സ്വഹാബിക്ക് അതിൽ നിന്ന് ആ ഒരു മന്ത്രത്തിലൂടെ ലഭിച്ചത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഒരുപാട് കാലം അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തിയ ഒരു അസുഖമാണത്. അതുകൊണ്ടാണ് അബൂദാവൂദ് റഹിമഹുല്ലയുടെ റിവായത്തിലുള്ളത്, അദ്ദേഹം പറയുകയാണ്, വബി വജഉൻ ഖദ് കാദ യുഹ്ലികുനി. എനിക്കൊരു വേദനയുണ്ടായിരുന്നു, അത് എന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. അത്രയ്ക്ക് കടുത്ത വേദന, ഞാൻ മരിക്കുമോ എന്നെനിക്ക് തോന്നിപ്പോകുന്ന വേദന എന്നാണ്. ആ വേദനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ അത് ജീവിതത്തിൽ കിട്ടിയ വളരെ വലിയൊരു ഉപകാരമാണ്. ഇതെന്ത് വേണം? ആ സ്വഹാബി ചെയ്തതുപോലെ നമ്മളും ചെയ്യണം. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എൻ്റെ കുടുംബക്കാരോടും മറ്റുള്ളവരോടും ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. നാം എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം. എല്ലാവർക്കും ഈ ഒരു ശിഫയുടെ ഈ ഒരു മാർഗം നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആളുകൾക്ക് എത്തട്ടെ, അവർക്ക് ഉപകാരമുണ്ടാകട്ടെ. കടുത്ത ഊരവേദന കൊണ്ടും തലവേദന കൊണ്ടും വയറുവേദന കൊണ്ടും കാൽമുട്ടിൻ്റെ വേദന കൊണ്ടും ഒക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു പ്രവൃത്തിയിലൂടെ ശിഫ നൽകുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പറഞ്ഞ ഹദീസിലുള്ളത്, യദക, നിന്റെ കൈ നീ വെക്കുക, അലല്ലദീ തഅല്ലമ മിൻ ജസദിക്, വേദനയുള്ള ഭാഗത്ത് വെക്കുക എന്നാണുള്ളത്. എന്നാൽ മറ്റു റിവായത്തുകളിൽ കാണാം, ഇംസഹു ബിയമീനിക് 7 മറാത്തിൻ, നിന്റെ വലത് കൈകൊണ്ട് വേദനയുള്ള ഭാഗത്ത് 7 തവണ തടവണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 7 തവണ അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയുന്നതോടൊപ്പം തന്നെ ആ വേദനയുള്ള ഭാഗത്ത് 7 തവണ തടവലും സുന്നത്താണ്. അതാണ് ഇംസഹു ബിയമീനിക 7 മറാത്തിൻ, 7 തവണ നിന്റെ വലത് കൈകൊണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ വലത് കൈകൊണ്ട് തടവാൻ സാധിക്കുന്ന ഭാഗങ്ങളിലൊക്കെ വലത് കൈകൊണ്ട് തന്നെ തടവണം. എന്നാൽ നമ്മുടെ വേദന വലത് കൈയിലാണെങ്കിലോ ഒരുപക്ഷെ നമുക്ക് വലത് കൈ കൊണ്ട് തടവാൻ പറ്റില്ല. അത്തരം സന്ദർഭത്തിൽ നേരത്തെ പറഞ്ഞ ഹദീസ്, വഅയ്യദക, നിന്റെ കൈ വെക്കുക. അപ്പോൾ അത് ഇടത് കൈയുമാകാം, അപ്പോൾ ഇടത് കൈയും വെക്കാം. എന്നാൽ വലത് കൈ കൊണ്ടാണെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം. 7 തവണ തടവുകയും വേണം. ഇനി അതെങ്ങനെയാണ് വേണ്ടത്? ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് ഒരല്പം കൂടി കൂടുതൽ അറിവ് ആ വിഷയത്തിൽ ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇദഷ്തകൈത, നിനക്ക് വല്ല വേദനയോ രോഗമോ ഉണ്ടായാൽ ഫദഅ യദക ഹൈസു തഷ്തകി, എവിടെയാണോ വേദനയുള്ളത് അവിടെ നീ നിന്റെ കൈ വെക്കുക. നേരത്തെ പറഞ്ഞതുപോലെ
വലത് കൈയാണ് കൂടുതൽ ഉത്തമം. സുമ്മ ഖുൽ, പിന്നീട് പറയുക ബിസ്മില്ല, ബിസ്മില്ല എന്ന് പറയുക. ഇമാം മുസ്ലിമിൻ്റെ റിവായത്തിൽ 3 തവണ എന്നുണ്ട്. എന്നാൽ ഈ റിവായത്തിലും മറ്റു പല റിവായത്തുകളിലും ബിസ്മില്ല എന്ന് 1 തവണ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ നീ ബിസ്മില്ല എന്ന് പറയുക. അപ്പോൾ ഒരു സ്ഥലത്ത് ബിസ്മില്ല എന്നും മറ്റൊരു സ്ഥലത്ത് 3 തവണ എന്നും പറഞ്ഞാൽ നാം കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് 3 തവണ പറയാനാണ്. എന്നാൽ 1 തവണ പറഞ്ഞാലും കുഴപ്പമില്ല. ബിസ്മില്ല എന്ന് 1 തവണ പറഞ്ഞാലും കുഴപ്പമില്ല. 3 തവണയാണെങ്കിൽ അത് കൂടുതൽ ഖൈറാണ്, ഉത്തമമാണ്. എന്നിട്ട് എന്തു പറയുക? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി. ശ്രദ്ധിക്കുക, നേരത്തെയുള്ള റിവായത്തിൽ അഊദു ബില്ലാഹ് എന്നാണ്. ഇവിടെ അഊദു ബിഇസ്സത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതാപത്തിലും അള്ളാഹുവിൻ്റെ ഇസ്സത്തിലും. കാരണം അള്ളാഹു അസീസാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഒന്നിനും തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ ഏതു രോഗങ്ങളും മാറും. മാറാത്ത ഒരു രോഗവുമില്ല, മാറാത്ത ഒരു വേദനയുമില്ല. വേദനകളുടെ സ്രഷ്ടാവാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ വേദനകളെ മാറ്റാൻ കഴിവുള്ളവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹുവിൻ്റെ പ്രതാപത്തിലും അവൻ്റെ ഖുദ്റത്തിലും ഞാനിതാ അഭയം തേടുന്നു. അഊദു ബിഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു, ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്ന. അവിടെ പ്രത്യേകം കൂട്ടി പറയുന്നുണ്ട് മിൻ വജഇ ഹാദാ. അത് നേരത്തെ പറഞ്ഞ റിവായത്തിലില്ല. അപ്പോൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിൽ വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? മിൻ വജഇ ഹാദാ, എൻ്റെ ഈ ഒരു വേദന. അപ്പോൾ ഏത് വേദനയാണോ ആ ഭാഗത്ത് കൈവച്ചുകൊണ്ട് നാം പ്രത്യേകം സ്പെസിഫൈ ചെയ്യുക. എൻ്റെ ഈ ഒരു വേദന, കാൽമുട്ടിൻ്റെ വേദന അല്ലെങ്കിൽ ഊരവേദന, തലവേദന, ഈ ഒരു വേദനയിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് അവൻ്റെ ഇസ്സത്തിലും അവൻ്റെ ഖുദ്റത്തിലും അഭയം തേടുന്നു. സുമ്മർഫഅ യദക്, പിന്നീട് കൈ ഉയർത്തുക. ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു 7 തവണ തടവണം എന്ന് പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ രീതി പഠിപ്പിക്കുകയാണ്. ആദ്യം 1 തവണ അങ്ങനെ പറഞ്ഞിട്ട് സുമ്മർഫഅ യദക്, നിൻ്റെ കൈ നീ എന്ത് ചെയ്യുക? ഉയർത്തുക. ഉദാഹരണത്തിന് ഈ ഒരു ഭാഗത്താണ് വേദനയെങ്കിൽ ബിസ്മില്ലാഹ് എന്ന് 3 തവണ പറയുക. എന്നിട്ട് അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് പറയുക. എന്നിട്ട് കൈ ഉയർത്തുക. വീണ്ടും അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, വീണ്ടും കൈ ഉയർത്തുക. ഇങ്ങനെ 7 തവണ ഓരോ തവണ ചൊല്ലുമ്പോഴും തടവിക്കൊണ്ടിരിക്കുക. അങ്ങനെ 7 തവണ ചൊല്ലുക, 7 തവണ തടവുകയും ചെയ്യുക. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വഖുൽ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു എന്ന് പറയുന്ന ആ ദുആ ഫീ കുല്ലി മസ്ഹത്തിൻ, ഓരോ തവണ തടവുമ്പോഴും അത് ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തടവുന്ന രീതിയും ചൊല്ലുന്ന രീതിയിലുമുള്ള ചെറിയ വിശദീകരണമാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. ഒന്ന്, വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക അല്ലെങ്കിൽ തടവുക. ഇത് രണ്ടുമാവാം. 2 രൂപത്തിലും ഹദീസിൽ വന്നിട്ടുണ്ട്. കൈവെക്കാം അല്ലെങ്കിൽ തടവാം. പരമാവധി വലത് കൈകൊണ്ട് തന്നെ തടവുക. വലത് കൈകൊണ്ട് തടവാൻ സാധിക്കാത്ത ഭാഗങ്ങളിൽ ഇടത് കൈകൊണ്ടും. എന്നിട്ട് അഊദു ബില്ലാഹ് എന്നോ അല്ലെങ്കിൽ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി എന്നും പറയാൻ. മിൻ ശർരി മാ അജിദു എന്നും മിൻ ശർരി മാ അജിദു മിൻ വജഇ ഹാദാ എന്നും പറയാം. അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ, അങ്ങനെയും പറയുക. ഇത് 7 തവണയാണ് പറയേണ്ടത്. ഓരോ തവണ പറയുമ്പോഴും ആ വേദനയുള്ള ഭാഗത്ത് 7 തവണ വെക്കുകയോ 7 തവണ തടവുകയോ ചെയ്യാവുന്നതാകുന്നു. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ റിവായത്തിൽ തന്നെ മറ്റൊരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി. സുമ്മർഫഅ യദക സുമ്മ അഇദ് ദാലിക വിത്ര, ഒറ്റ സംഖ്യയായി വേണമെങ്കിൽ നിനക്ക് വീണ്ടും ആവർത്തിക്കാം. അപ്പോൾ ഇത് 7 തവണ തന്നെ നിർബന്ധമില്ല. 1 തവണ, 3 തവണ, 5 തവണ, 7 തവണ. 7 തവണയാണ് ഏറ്റവും അഫ്ളൽ. ഇനി അതിനേക്കാൾ കൂടുന്നതിൽ കുഴപ്പമില്ല എന്ന് ഈ ഹദീസ് തെളിവ് നൽകുന്നു. ഒറ്റ സംഖ്യയായി 9, 11, 13 അങ്ങനെ കൂടുതലായാലും വിരോധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. എന്നാൽ പൊതുവേ ധാരാളം റിവായത്തുകളിൽ 7 തവണ എന്ന് വന്നതുകൊണ്ട് 7 തവണ തന്നെ പറയാൻ ശ്രമിക്കുക. ഇത് 1 തവണയല്ല, ഇത് ആവർത്തിച്ച് ചെയ്യാം. രാവിലെ ചെയ്യാം, 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചെയ്യാം, 2 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം, രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ചെയ്യാം. എത്ര തവണ ആവർത്തിച്ചാലും പ്രശ്നമില്ല. ഓരോ തവണയും ഈ പറഞ്ഞതുപോലെ ബിസ്മില്ലാ എന്ന് 3 തവണ പറയുക, അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിർ എന്ന് 7 തവണ പറയുക. 7 തവണയും വലത് കൈ കൊണ്ട് തടവുകയും ചെയ്യുക. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ
മഹാനായ ആ സ്വഹാബി പറഞ്ഞതുപോലെ ഫഖുൽതു ദാലിക് ഫശഫാനി അല്ലാഹ്, ഞാനങ്ങനെ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് ശിഫ നൽകി എന്നാണ്. അല്ലാഹു ശിഫ നൽകും, കാരണം അല്ലാഹുവാണ് ശിഫ നൽകുന്നവൻ. അല്ലാഹു ശിഫ നൽകുമെന്ന ഉറച്ച വിശ്വാസം വേണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സംശയമുള്ള മനസ്സോടുകൂടിയല്ല അത് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് മന്ത്രം ഫലിക്കുന്നത് എപ്പോഴാണ് എന്ന ഒരു വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ പ്രോഗ്രാമിൽ ആ ഒരു വിഷയം ഞാൻ വിശദീകരിക്കുന്നതാണ്. എന്നാലും ഇപ്പോൾ പറയുന്നു, ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹു ശിഫ നൽകും എന്ന ഉറപ്പോടുകൂടിയേ ചെയ്യാൻ പാടുള്ളൂ. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ മാറുമോ എന്ന് അങ്ങനെ ഒരു ശക്കുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ ഈമാനിലെ പോരായ്മയാണ്. അങ്ങനെ ഒരു ശക്കോടുകൂടിയല്ല, ഉറപ്പായ നിലക്കാണ് നമ്മളത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ഏത് തുടർന്നു വരുന്ന കടുത്ത വേദനകളും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മാറ്റിത്തരും. ഇത് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. സ്വഹാബികൾ മറ്റുള്ളവർക്കൊക്കെ അത് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് നാമും സ്വയം ചെയ്യുക. നമുക്കൊരു വേദന വന്നാൽ നമ്മുടെ മക്കൾക്കോ ഇണകൾക്കോ മാതാപിതാക്കൾക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒക്കെ വേദന വന്നാൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഈ ഒരു കാര്യം സമൂഹത്തിൽ നമ്മൾ പ്രചരിപ്പിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് ശിഫ നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.